നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 11 മാസം മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതേ പറമ്പിൽ വെച്ചാണ് നമ്മൾ ഏറ്റവും പുതിയ സ്കോഡ കോഡിയാക്ക് ടെസ്റ്റ് ഡ്രൈവിൻ്റെ വീഡിയോ മറ്റും ചെയ്തത്. അന്ന് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സെഗ്മെൻറ്റിൽ നിന്നല്ല ഏറ്റവും ചെറിയ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ പോലും അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ വന്നെങ്കിൽ കോഡിയാക്ക് ഇപ്പോഴും വിട്ടു നിൽക്കുകയാണെന്നുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് വളരെ വില കൂടിയ കോഡിയാക്ക് പോലുള്ളൊരു വാഹനത്തിൽ അഡാസ് ഫീച്ചേഴ്സ് കൊടുക്കാത്തതിനുള്ള വിശദീകരണമായിട്ട് അന്ന് സ്കോഡ പറഞ്ഞ കാര്യം, ഇന്ത്യയിലെ അഡാസ് ഫീച്ചേഴ്സ് ഒന്നും കാര്യമായ രീതിയിൽ ഇന്ത്യക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതല്ല എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞാൽ, ഇന്ത്യയിലെ അഡാസ് ഫീച്ചേഴ്സ് ഇന്ത്യയിലെ ഡ്രൈവേഴ്സിന് ശല്യമാണ് എന്നാണ് സ്കോഡ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യനൈസ് ചെയ്ത അഡാസ് ഫീച്ചേഴ്സുമായിട്ട് നമ്മൾ കോഡിയാക്കിൽ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് പിന്നീട് കൊണ്ടുവരുമെന്നാണ് അന്ന് സ്കോഡ പറഞ്ഞത്. ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ കോഡിയാക്കിൽ ഏറ്റവും പുതിയ അഡാസിൻ്റെ ഫീച്ചേഴ്സ് വന്നിരിക്കുകയാണ്. ലെവൽ 2 ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കുറേ ഇന്ത്യനൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു ട്രാഫിക് രീതി അല്ലെങ്കിൽ ഡ്രൈവേഴ്സിൻ്റെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എമർജൻസി ബ്രേക്ക് പോലുള്ള കാര്യങ്ങളെല്ലാം വളരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. തോന്നുന്ന പോലെ പട്ടി, പൂച്ച, മനുഷ്യൻ, പശു തുടങ്ങിയ സാധനങ്ങളൊക്കെ ചാടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ യാതൊരു വെളിവുമില്ലാത്ത ഓട്ടോറിക്ഷക്കാർ വട്ടം ഓടിക്കും. പല സൈഡിൽ നിന്നും ടൂ വീലറുകാർ കയറി വരും. അങ്ങനെയൊക്കെയുള്ള എമർജൻസി ബ്രേക്ക് എന്ന് പറയുന്ന സംവിധാനമൊക്കെ വളരെ പേടിപ്പെടുത്തുന്നതാണ്. പലർക്കും വളരെ ഗുണകരമായ കാര്യങ്ങളും എമർജൻസി ബ്രേക്ക് കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് വളരെ അനോയിങ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യമാണ്. നമ്മളറിയാതെ തന്നെ വാഹനം എപ്പോഴും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നിൽ കൂടെ ഓടി വരുന്നയാൾ മരിച്ചുപോയി അച്ഛനെ വരെ സ്മരിക്കുന്ന രീതിയിൽ നമ്മളെ ചീത്ത വിളിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു മയത്തിലുള്ള അഡാസ് ഫീച്ചേഴ്സ്, അതാണെന്ന് തോന്നുന്നു സ്കോഡ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ റോഡ് സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡ്രൈവിംഗ് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള അഡാസ് ഫീച്ചേഴ്സാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കോഡിയാക്കിൽ വന്നിരിക്കുന്നത്. ഈ കോഡിയാക്ക് നിങ്ങൾ കണ്ടിട്ട് 11 മാസമേ ആയുള്ളൂ. 11 മാസം മുമ്പാണ് സെക്കൻഡ് ജനറേഷൻ കോഡിയാക്ക് ഗ്ലോബലി വിപണിയിലെത്തിയത്. ആ സമയത്ത് തന്നെ ഇന്ത്യയിലെത്തുകയും ചെയ്തു. പക്ഷേ ഗ്ലോബലി അന്ന് വന്ന കോഡിയാക്കിൽ പോലും ഉണ്ടായിരുന്നു അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ്. അതാണ് ഇപ്പോൾ അല്പം വൈകിയാണെങ്കിലും ഏറ്റവും പുതിയ കോഡിയാക്കിലേക്ക് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കോഡിയാക്കിൻ്റെ മറ്റൊരു സവിശേഷമായ കാര്യം, ഈ അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കാര്യമായ രീതിയിൽ ഉണ്ടെങ്കിലാണ് ഈ ഗ്ലോബൽ എൻഗ്യാപ്പ് പോലെയുള്ള ക്രാഷ് ടെസ്റ്റിലൊക്കെ എപ്പോഴും 5 സ്റ്റാർ കിട്ടുന്നത്. പക്ഷേ ഈ വാഹനത്തിന് അതൊന്നുമില്ലാതെ തന്നെ ഈ പുതിയ കോഡിയാക്കിന്, ഈ അഡാസ് ഫീച്ചേഴ്സ് ഇല്ലാത്ത കോഡിയാക്കിന് പോലും യൂറോപ്പിൻ്റെ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. അതാണ് സ്കോഡയുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, 9 എയർ ബാഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഡ്രൈവറിൻ്റെയും പാസഞ്ചറിൻ്റെ ഇടയ്ക്ക് പോലുമുണ്ട് ഒരു എയർ ബാഗ്. ആ രീതിയിലൊക്കെ വളരെ സുരക്ഷിതമായ വാഹനമാണ്. അല്ലെങ്കിൽ തന്നെ അഡാസ് ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ പോലും ഈ ഒരു വാഹനം. കോഡിയാക്ക് ഗ്ലോബൽ വിപണിയിൽ എത്തിയിട്ട് ഏതാണ്ട് 1 മില്യൺ യൂണിറ്റുകൾ വിറ്റഴിഞ്ഞെങ്കിലും ഇന്ത്യയിൽ 10,000 യൂണിറ്റാണ് വിറ്റത്. കാരണം ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ അതിനപ്പുറത്തേക്ക് വിൽക്കുമെന്ന് കരുതാനും വയ്യ. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത MG മജസ്റ്റർ, അതിന് മുമ്പുള്ള അതിൻ്റെ മുൻഗാമി എന്ന് വിളിക്കാവുന്ന ഗ്ലോസ്റ്ററും വിറ്റത് 11,000 യൂണിറ്റ്സാണ്. അപ്പോൾ ഏകദേശം ഈ വിലയുള്ള വാഹനങ്ങളൊക്കെ ഇന്ത്യയിൽ വിറ്റ് വരുന്നത് അത്രയധികം യൂണിറ്റുകളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു പോകുന്ന അത്രയും സുന്ദരമായ ഒരു വാഹനമാണ്. ഈ ഒരു ഫോക്സ് വാഗൺ ഗ്രൂപ്പിൽപ്പെടുന്ന വാഹനങ്ങളെല്ലാം ഒരു ഡ്രൈവബിലിറ്റി, അതുപോലെ തന്നെ യൂറോപ്യൻ വാഹനങ്ങളുടേതായ ആ ഒരു സുരക്ഷിതത്വം അതെല്ലാം തരുന്നൊരു വാഹനമാണിത്. അതോടൊപ്പമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അഡാസിൻ്റെ ഫീച്ചേഴ്സും വന്നിരിക്കുന്നത്. അപ്പോൾ അഡാസിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി വിശദമായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ പറയാം. ഇപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് അടുത്ത് കാണാം, കാരണം ഈ വാഹനത്തിന് എക്സ്റ്റീരിയർ ഡിഫറൻസ് ഒന്നും സംഭവിച്ചിട്ടില്ല. 11 മാസം മുമ്പ് ഇതേ പറമ്പിൽ നമ്മൾ ഷൂട്ട് ചെയ്ത കോഡിയാക്കിൻ്റെ അതേ എക്സ്റ്റീരിയറും അതേ ഇൻറ്റീരിയറും ഒക്കെ തന്നെയാണ് ഈ കോഡിയാക്കിനുള്ളത്. അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് അഡാസിൻ്റെ ഫീച്ചേഴ്സ് മാത്രമാണ്. എങ്കിലും കഴിഞ്ഞ ജനറേഷൻ കോഡിയാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിൻ്റെ വ്യത്യാസങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഭാഗത്തൊരു LED ലൈറ്റിൻ്റെ സ്ട്രിപ്പ് വന്നെന്നുള്ള കാര്യമാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, സാധാരണഗതിയിൽ മുകളിലൊക്കെ കൊടുക്കുന്ന ലൈറ്റിൻ്റെ സ്ട്രിപ്പ് ഇവിടെ ഇടയ്ക്ക് ഈ ഒരു ഗ്രില്ല് കട്ട് ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ കാര്യമാണ്. അത് ഓടി വരുമ്പോഴൊക്കെ വളരെ രസകരമായ ഒരു രൂപം സമ്മാനിക്കുന്നുണ്ട്. മെട്രിക്സ് ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഗംഭീരം എന്ന് തന്നെയാണ് പറയേണ്ടത്. നല്ല എലമെൻസും അതുപോലെ തന്നെ നല്ല ഡേറ്റ റണ്ണിംഗ് ലാമ്പും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴെയായിട്ട് ഒരു എയർ സ്കൂപ്പൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മനോഹരമായ ഗ്രില്ലും അതുപോലെ മനോഹരമായ എയർ ഡാം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. പിന്നെ സ്കോഡയുടെ തനത് ഗ്രില്ല് തന്നെയാണ് എന്നാണ് പറയേണ്ടത്. ഏറ്റവും പുതിയ ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബോണറ്റിലാണെങ്കിലും നല്ല സ്കൾപ്ചർഡ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ആ ഒരു ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ജനറേഷൻ ഒക്ടേവിയ കോഡിയാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വീൽ ബേസിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. 2791 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. പക്ഷേ ഈ വാഹനത്തിന്, അതായത് പുതിയ കോഡിയാക്കിന് അല്പം നീളം കൂടി, 56 മില്ലിമീറ്റർ നീളം കൂടി. അത് പിന്നിലെ ഓവർഹാങ്ങിൻ്റെ ഭാഗത്താണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ നിൽക്കേണ്ടതായിരുന്നു. ഇത് LK എന്ന് പറയുന്ന ഏറ്റവും കൂടിയ ട്രിമ്മാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം. അതാണ് ലോറൻ ആൻഡ് ക്ലെമൻ്റ്. ഇതിൻ്റെ ഈ സ്കോഡയുടെ സ്ഥാപകരാണ്, അവരുടെ പേരിലാണ് ഏറ്റവും വില കൂടിയ ട്രിം വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 18 ഇഞ്ച് ടയേഴ്സ്, അതിൽ വേണമെങ്കിൽ എയറോ വീൽ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ EVകൾക്ക് വരുന്ന രീതിയിലുള്ള ഒരു വീല് എന്നാണ് വിളിക്കേണ്ടത്. ഈ വാഹനത്തിന് നിറമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയ ക്ലാഡിംഗ് ഉള്ളത് നിങ്ങൾ അറിയാത്തത്. അതെങ്ങനെ പിൻഭാഗത്തേക്ക് നീളുന്നുമുണ്ട്.
ഒരു ഗംഭീരമായ വാഹനം തന്നെയാണ്. ഏത് ആംഗിളിൽ നോക്കിയാലും ശരിക്കും ആ യൂറോപ്യൻ വാഹനങ്ങളുടെ രീതികളെല്ലാം തന്നെ ഡിസൈൻ്റെ രീതി പിന്തുടരുന്നുണ്ട്. 155 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് മോശമല്ല. അപ്പോൾ ഏറ്റവും പിന്നിൽ തേർഡ് റോ സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വിശാലമായ എന്ന് പറയാനാവില്ലാത്ത ഒരു കോർണർ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം MGയുടെ ഏറ്റവും പുതിയ മജസ്റ്റർ ചെയ്തപ്പോൾ കുറച്ചുകൂടി വിശാലമായ കോർണർ ഗ്ലാസ് ആയിരുന്നു. അതായത് പിൻഭാഗത്തിരിക്കുന്നത് കുറച്ചുകൂടി ഒരു എയറി ഫീൽ കിട്ടിയേനെ. ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ്. അത് പക്ഷേ അന്നും ഞാൻ പറഞ്ഞു എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. ഇത് ഈ ഒരു ബോഡി കളറുടെ തന്നെ അല്ലെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയൊരു ഭാഗമാണ് ഇത്. ഈ ഒരു സി പില്ലർ. അതുപോലെ തന്നെ ഇവിടെ ഒരു റൂഫ് റെയിലും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും 101% സ്കോഡ എന്ന് വിളിക്കാവുന്ന രൂപ ഭംഗി തന്നെയാണ് ഇതിനുള്ളത്. സ്കോഡയുടെ പഴയതും പുതിയതുമായ ഏത് മോഡൽ കണ്ടാലും ഏത് പൊട്ടനും എനിക്ക് പോലും പറയാൻ പറ്റും അത് സ്കോഡയാണ് എന്നുള്ള കാര്യം. അത് നമുക്ക് തീർച്ചയാക്കാവുന്നതാണ് ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ. അപ്പോൾ നമുക്കിനി ബൂട്ടൊന്ന് തുറന്ന് നോക്കാം. ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാം. 3 റോ സീറ്റുകളും തുറന്നിരിക്കുമ്പോൾ 281 ലിറ്ററാണ് എൻ്റെ ബൂട്ട് സ്പേസ്. പക്ഷേ ഈ ഒരു തേർഡ് റോ സീറ്റിൽ മാത്രം അടക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിലത് ഇവിടെയാണ് ഫോൾഡ് ചെയ്ത് ഇതും കൂടെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 786 ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് ഉയരും. മോശമല്ല. ഇനിയിപ്പോൾ ഒരാളെ ബാക്കിലുള്ളെങ്കിലും ഒരു സീറ്റ് മടക്കി വെച്ച് നമുക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ സെക്കൻഡ് റോ സീറ്റും വേണമെങ്കിൽ കാര്യമായ രീതിയിൽ ഫോൾഡ് ചെയ്യാം, അവിടെയും ആളില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെയൊക്കെ ചാർജിങ് പോയിൻ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പെയർ ടയറും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാ സ്പെയർ ടയർ ഒരു സ്പേസ് സേവർ ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റിയാണ് നമ്മൾ ആകർഷിക്കുന്ന ഘടകം ഏതൊരു ഭാഗത്ത് നോക്കിയാലും. പിൻഭാഗത്ത് ടെയിൽ ലാമ്പൊക്കെ ആണെങ്കിലും സ്പ്ലിറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയും നെടുനീളത്തിൽ ഒരു LED ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കാര്യമായ രീതിയിലുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഓരോ ഭാഗത്തും നോക്കുമ്പോഴും. എങ്കിലും ഈ ഒരു ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ബമ്പറും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡീഫോഗറും അതുപോലെ വലിയ ഒരു ഇൻഡിക്കേറ്റർ സ്പോയിലർ, അതുപോലെ സിംഗിൾ വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം പിൻഭാഗത്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഏറ്റവും ഭംഗിയായ ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറയാനുള്ളത്. യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞു. അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉൾഭാഗത്തുണ്ട് എന്ന് MG ഒക്കെ എഴുതി വയ്ക്കുന്ന പോലെ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് എഴുതുന്ന പോലൊന്നും ഏതായാലും ഏറ്റവും പുതിയ കോഡിയാക്കിൽ സ്കോഡ ചെയ്തിട്ടില്ല. അത്രയും മാന്യമായ രീതിയിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻറ്റീരിയറിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. അപ്പോൾ ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും അതിഗംഭീരമായ ഇൻറ്റീരിയറാണ് ഈ Elanque എന്ന് പറയുന്ന ഈ ഒരു എഡിഷൻ്റേത്. അതിമനോഹരം മാത്രമല്ല അതീവ എലഗൻ്റ് എന്ന് വിളിക്കാവുന്ന ഇൻറ്റീരിയറാണ്. പലതരത്തിലുള്ള കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അങ്ങനെ എന്താ പറയുക തെറിച്ച് നിൽക്കുന്നില്ല. എല്ലാം വളരെ സിങ്കായിട്ട് നിൽക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇവിടെ ബ്ലാക്ക് ഉണ്ട്, ഇവിടെ ഒരു ആഷ് നിറത്തിലുള്ള ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, ഒരു വുഡ് ഫിനിഷാണ് അതിനുള്ളത്. ഇവിടെ ഒരു ടാൻ ബ്രൗൺ ഫിനിഷുള്ള ഭാഗം, അതിൽ നല്ല സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു. വീണ്ടും ബ്ലാക്ക് ഫിനിഷ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും അങ്ങോട്ടൊക്കെ തെറിച്ച് നിൽക്കുന്ന രീതിയിലുള്ള AC വെൻറ്റുകൾ, അതിന് സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഇതുപോലെ അങ്ങ് സിങ്കായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം. എനിക്ക് പൊതുവെ ഇത്തരം കളേഴ്സൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും എല്ലാം വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടാണ് നമുക്ക് തോന്നുക. ഇവിടെയും നല്ല ഭംഗിയുള്ള രീതിയിലുള്ള AC വെൻറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ റോട്ടറി സ്വിച്ച് പോലെയുള്ള ഈ ട്രൈസോണാണ്. ഇത് 3 സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഈ ഒരു കൺട്രോൾ സ്വിച്ചുകളാണ്. അത് നല്ല രസമായിട്ടുണ്ട്. ആകെപ്പാടെ 2-3 ഫിസിക്കൽ സ്വിച്ചുകൾ നമുക്ക് കാണാനുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു 13 ഇഞ്ചിൻ്റെ വലിയ ഒരു സ്ക്രീനാണ്. അതിന് നല്ല റെസൊല്യൂഷൻ ഉണ്ട്. അതിൻ്റെ പ്ലാസ്റ്റിക് ഇളക്കി മാറ്റി ഞാനത് അനാച്ഛാദനം ചെയ്തുകൊള്ളുകയാണ്. കാരണം ഇന്നലെ കെട്ടുപൊട്ടിച്ച് നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ് ഈ ഒരു വാഹനം. അതുകൊണ്ട് തന്നെ PDA മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇത്തരം കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ല റെസൊല്യൂഷനുള്ളൊരു ക്യാമറയാണ്, ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉണ്ട്. കൂടാതെ ധാരാളം ഫീച്ചേഴ്സ്, ഒരു വാഹനത്തിൻ്റെതായിട്ടുള്ള ധാരാളം ഫീച്ചേഴ്സ്. ഇതിൽ പാർക്ക് അസിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് വാഹനം നമുക്ക് റഡാറുകളുടെ സഹായത്തോടു കൂടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ആ സംവിധാനം വന്നിട്ടുണ്ട്. ഇപ്പോൾ അസിസ്റ്റ് സിസ്റ്റംസ് എന്നൊക്കെ പറയുന്നതെല്ലാം ഇതിൻ്റെ അകത്ത് പുതുതായിട്ട് അഡാസിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ലെയിൻ കീപ്പ് അസിസ്റ്റ്, അറ്റൻഷൻ മോണിറ്റർ, ഡ്രൗസിനെസ് മോണിറ്റർ, അത്തരം കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ സംസാരിക്കാം. പിന്നെന്തായാലും നോക്കട്ടെ.
പിന്നെ ഒരു ഗംഭീര സാധനമുള്ളത് ക്യാൻഡൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. 13 സ്പീക്കേഴ്സുള്ള 725 വാട്ട്സിൻ്റെ ഒരു തകർപ്പൻ സിസ്റ്റം വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. ഇതാണ് പാർക്ക് അസിസ്റ്റ്. നമുക്ക് മറ്റേ പ്ലീസ് ക്ലോസ് ദ ഡോർ നമുക്ക് പറ്റില്ല, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമ്മൾ പിന്നെ അത് വെറുതെ എല്ലാം കൂടി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ അകത്ത് ഡൈനാമിക്സ്, സ്റ്റിയറിംഗ് ആംഗിൾ, ECS സിസ്റ്റം, അത്തരം കാര്യങ്ങളെല്ലാം എന്ത് രസമുള്ള ഡിസ്പ്ലേ ഒക്കെയാണ് അതിൽ നോക്കുക. നല്ല രസമായിട്ടാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അത് എല്ലാം ഈ ഒരു സ്കോഡയുടെ അല്ലെങ്കിൽ യൂറോപ്യൻ വാഹനങ്ങളൊരു രീതിയായിട്ട് പറയാം. ഈ സ്ക്രീൻ ഓഫ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞു. അത് മറ്റൊരു കാര്യം. എന്നിട്ട് ഇതിലേക്ക് എത്തി, ക്ലോക്കിലേക്കും മറ്റും എത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നമ്മളുടെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും ഇത് LK എന്ന് പറയുന്ന ആ ട്രിം ആയതുകൊണ്ട് തന്നെ ഇതിന് ഫ്രണ്ട് സീറ്റിൽ വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മസാജ് ഫംഗ്ഷനും ഈ ഒരു ഫ്രണ്ട് സീറ്റുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ല, ശുദ്ധ ശൂന്യതയാണെന്ന് തോന്നുമെങ്കിലും നമ്മളിങ്ങനെയൊക്കെ തുറന്നു കഴിയുമ്പോൾ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സ്പേസ്. അപ്പം ഇതിൽ വയർലെസ് ചാർജിങ് പാഡാണ് 2 ഫോണുകൾ ഇവിടെ ചെയ്യാം. ഇവിടെ മൊബൈൽ അല്ലാതെ സൂക്ഷിക്കാൻ സാധിക്കും. 2 ചാർജിങ് പോർട്ടുകൾ ഇവിടെയുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, വീണ്ടും ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. ഇനി ഇത് ഉയർത്തുമ്പോൾ വീണ്ടും സ്റ്റോറേജ് സ്പേസ്. ഇത്രയും വിശാലമായ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ഈ കൺസോളിൻ്റെയൊക്കെ രീതിയുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ സൈഡിലുള്ള ടാൻ ബ്രൗൺ ഫിനിഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട്. പിന്നെ 2 ഗ്ലോ ബോക്സുകളുണ്ട്. ഒന്ന് സാധാ മട്ടിൽ ഇവിടെയും ഒന്ന് ഇവിടെയും. അങ്ങനെ 2 ഗ്ലോ ബോക്സുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ സ്പേസ്, ഇഷ്ടം പോലെ സ്പേസാണല്ലോ. 2791 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. കൂടാതെ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല മസാജ് ഫംഗ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. പനോരമിക് സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വിരൽ സ്പർശത്തിൽ അദ്ദേഹം അങ്ങനെ തുറന്നു പോകുന്നു. അത് ഏറ്റവും അറ്റം വരെ നമുക്ക് ഓപ്പൺ ചെയ്യാം. പക്ഷേ ഗ്ലാസ് റൂഫ് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെങ്കിലും ബാക്കി ആ ഒരു പാനലൊക്കെ നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യാം. പക്ഷേ ചൂടായത് നമ്മൾ അടച്ചു വയ്ക്കുന്നു. പിന്നെന്തായിരുന്നു, പിന്നെ സ്റ്റിയറിംഗ് വീൽ നല്ല ഭംഗിയാണ്. കാരണം ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഈ ഭാഗത്തൊന്നും ഒരു തടസ്സങ്ങളില്ലല്ലോ. അപ്പോൾ ഇവിടെ ലോറൻ ആൻഡ് ക്ലെമൻ്റ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കോഡയുടെ മനോഹരമായ ലോഗോ. ഈ സൈഡിലൊക്കെ വോളിയം കൺട്രോളുകളും ഈ സൈഡിൽ ക്രൂയിസ് കൺട്രോളും അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന വാഹനത്തിൽ വന്ന ഈ ഒരു ഗിയർ സെലക്ടർ എന്ന് പറയുന്നത് ബെൻസിൻ്റെ പോലെയുള്ള ഗിയർ സെലക്ടർ. പക്ഷേ അതിൽ നമ്മൾ കുറച്ച് വ്യത്യാസമുണ്ട്. ബെൻസിലൊക്കെ നമ്മൾ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ താഴേക്ക് താത്തിയാൽ മതി, ഇതങ്ങനല്ല. ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴാണ് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്നത്. അത്രയും ചില വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. അതുപോലെ ഹെഡ്ലാമ്പിൻ്റെ സ്വിച്ചുകളൊക്കെ വളരെ രസകരമായിട്ടുള്ള എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കീ ഇടുന്ന ഈ ഭാഗത്തായിട്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 10.25 ഇഞ്ചിൻ്റെ വലിയൊരു മീറ്റർ കൺസോൾ, അതിലും വളരെ വലിയ ഡയലുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച്, മറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ വൈപ്പറിൻ്റെയും മറ്റും സ്വിച്ചുകളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയർ, എല്ലാം വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വിസിബിലിറ്റി ആണെങ്കിലും അപാരം. ഡോർ പാഡിൽ വളരെ ഡീപ്പായിട്ടുള്ള 1-2 പോക്കറ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബോട്ടിലൊക്കെ വയ്ക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള ആ രീതി കണ്ടോ, ഒരു ചിറക് വിരിച്ച് നിൽക്കുന്ന പക്ഷി അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റിൻ്റെ പിൻഭാഗം പോലെയൊക്കെ തോന്നുന്ന രീതിയിലാണ് അവിടെ ഒരു ചെറിയ എലമെൻ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. അലൂമിനിയം എലമെൻ്റൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നല്ല ടാൻ ബ്രൗൺ ഫിനിഷ് അവിടെയുമുണ്ട്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൽ കാണുന്ന പല കളേഴ്സും അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. വളരെ വലിയ സ്പീക്കറിൻ്റെ സംഭവമാണ് ഈ താഴെ കാണുന്ന നെറ്റഡ് ഭാഗം. അങ്ങനെ എല്ലാ തരത്തിലും തകർപ്പൻ ഒരു ഇൻറ്റീരിയർ എന്നാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയറിനെ വിളിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ വിശാലമായിട്ട് നമ്മളിതിൻ്റെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. 11 മാസമായി നമ്മളിപ്പോൾ ചെയ്തിട്ട്. അപ്പോൾ സെക്കൻഡ് റോ സീറ്റിൽ കൂടി ഇരിക്കാം. തേർഡ് റോ സീറ്റ് ഇരുന്ന് കാണിക്കുന്നില്ല. കാരണം അറിയാമല്ലോ, ഇത്തരത്തിൽ വാഹനങ്ങളെല്ലാം തേർഡ് റോ സീറ്റിൽ എപ്പോഴും തൈ സപ്പോർട്ട് കുറവായിരിക്കും. കുറച്ച് സ്പേസ് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോ സീറ്റ് കൂടി ഒന്ന് ഇരുന്ന് നോക്കാം. അത്ര മാരകമായ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കയറിയിരിക്കാം. ഫുഡ് സ്റ്റെപ്പ് അത്തരം ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയപ്പെടുന്ന ഈ ഒരു സ്പേസ് തന്നെയാണ്. ഇഷ്ടം പോലെ സ്പേസാണ്. ഈ സീറ്റ് അല്പം മുന്നിലേക്കും ഇത് പിന്നിലേക്കുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ AC-യുടെ കൺട്രോളുകളുടെ ഒരു ചെറിയ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഈ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പുറത്തേക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ AC വെൻ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ താഴെ 2 ചാർജിങ് പോയിൻറ്റുകൾ, പിന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും അത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. AC വെൻ്റ് പിൻഭാഗത്തേക്ക് ഈ ഒരു AC വെൻ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ B പില്ലറിലും അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ നല്ല AC-യാണ്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് 2 കൊടുത്തിരിക്കുന്നു. തൈ സപ്പോർട്ടാണ് ഇവിടെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. ഈ ഒരു ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അതിന് സുഖമായിട്ട്
നമ്മുടെ കാല് ചേർന്നിരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിൻഭാഗത്തിരിക്കുമ്പോൾ അതിവിടെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അസാമാന്യം ഉയർന്നൊരു സെൻട്രൽ ടണലുണ്ട്, എങ്കിലും നടുവിലൊരാൾക്ക് ഇരിക്കാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഇത് ഏറ്റവും പിൻഭാഗം വരെ ഈ പാനൽ ഓപ്പൺ ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് അതിലിരിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ MG മറ്റേ മജസ്റ്ററിൽ ഇല്ലാതെ പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ അന്തവും കുന്തവും ഇല്ലാത്ത ചൂടുകാലത്ത് ഇത് വളരെ ആവശ്യമാണ്. അത് MG മജസ്റ്ററിൽ കൊടുത്തിരുന്നില്ല എന്ന് ഞാനപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഇതിൽ നമുക്ക് മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന സൺബ്ലൈൻഡ് വന്നിട്ടുണ്ട്. ഇവിടെ മൊബൈലൊക്കെ വയ്ക്കാവുന്ന ചെറിയ സ്പേസ്, കൂടാതെ പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാവുന്ന ഇങ്ങനെ ഒരു സ്ഥലം. അങ്ങനെ സീറ്റിൻ്റെ കംഫർട്ടും അതുപോലെ സീറ്റിൻ്റെ കുഷനിങ്ങും ലെതറും എല്ലാം നമ്മളെ അങ്ങേയറ്റം ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിൻഭാഗത്ത് ഡോർ പാഡിലും ഉണ്ട്, 1-2 ബോട്ടിലേക്ക് വയ്ക്കാവുന്ന സ്പേസ് ഉണ്ട്. വീണ്ടും നമ്മൾ മുൻഭാഗത്ത് ഡോർ പാഡിൽ കണ്ട കാര്യങ്ങളെല്ലാം അവിടെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സീറ്റിൽ ഇരുന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ തേർഡ് റോയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇനി നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് ഉള്ള ഈ വാഹനം ഓടിച്ച് നോക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒന്ന് ഓടിച്ചു നോക്കാം. കോഡിയാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ഒരു MQB EVO എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരമാണ്. എന്തൊരു ഡ്രൈവബിലിറ്റി, എന്തൊരു ഡൈനാമിക്സാണ് തരുന്നതെന്ന് അറിയുമോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കുക എന്ന് പറയുന്ന അനുഭവം തന്നെയാണ്. പിന്നെ ആകെ നമുക്ക് മിസ് ചെയ്യുന്നത് ഡീസൽ വേരിയൻ്റ് ഇല്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ്. ഇവരൊക്കെ പെട്രോളിലേക്ക് മാറിയല്ലോ. 2030 കൂടി പൂർണ്ണമായി ഇലക്ട്രിക് ആകും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഫോക്സ്വാഗൺ ഗ്രൂപ്പ്. അപ്പോൾ ഇപ്പോഴേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ പെട്രോളെങ്കിലും ഓടിച്ച് രസിക്കാനുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത്. എന്തായാലും സീറ്റ് ഹൈറ്റ് ആയാലും അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനിങ് ആയാലും എല്ലാം തന്നെ വളരെ ഗംഭീരമാണ്. വളരെ ലൈറ്റാണ്. എൻജിൻ എന്ന് പറയുന്നത് വളരെ രസകരമാണ്. അതോടൊപ്പം തന്നെ വളരെ റിഫൈൻഡുമാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഗംഭീരം തന്നെ. പിന്നെ ഇൻറ്റീരിയറിൻ്റെ ആ ഒരു കംഫർട്ട് ലെവലായാലും തകർപ്പൻ. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു കുറവ് എന്ന് പറയുന്നത് അഡാസിൻ്റെ ഫീച്ചേഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതും പരിഹരിച്ചാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. പല ഫീച്ചേഴ്സും വളരെ പ്രീമിയമായിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്ന പല ഫീച്ചേഴ്സും നമ്മൾ ഇത്രയും കാലം അവരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് ഇത് ചെറിയ വണ്ടികളൊന്നും തരാൻ പറ്റില്ല കേട്ടോ, ദിസ് ഇസ് വെരി വെരി എക്സ്പെൻസീവ് എന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പല വാഹനങ്ങളിലും പല പ്രീമിയം വാഹനങ്ങളിലും മാത്രം ബെൻസ്, ഓഡി, BM, പോർഷെ അങ്ങനെയുള്ള വാഹനങ്ങളിലും മാത്രമുള്ള ഫീച്ചേഴ്സ് കൊണ്ട് അന്തം വിട്ടിരിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് ഒരു സാധാരണ വണ്ടിയിൽ ഇത് കാണാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലായിരിക്കും അല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് MG മോട്ടറും ഹ്യുണ്ടായി കിയ എല്ലാം ബെൻസിൻ്റെ ഒക്കെ എസ് ക്ലാസ്സിൽ പോലും ഇല്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത്രയും കാലം ഈ വമ്പൻ ഫീച്ചേഴ്സ് എല്ലാം വളരെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. ഇപ്പം അവരെല്ലാവരും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എന്താണ് കൂടുതൽ ഫീച്ചേഴ്സ് തരാൻ നിർബന്ധരായി തീർന്നിരിക്കുകയാണ്. മാരുതിയുടെ കാര്യം മാത്രം എടുത്താൽ മതി. മാരുതി എത്രയോ കാലമായിട്ട് നല്ല വാഹനങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചിരുന്നെങ്കിലും ഫീച്ചേഴ്സ് ഇന്ത്യക്കാർക്ക് ഇത് മതി എന്നുള്ള മട്ടിൽ സാധാരണക്കാരൻ്റെ വാഹനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാഹനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരുന്നു. അതിൽ പല ഫീച്ചേഴ്സും ഇല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഹ്യുണ്ടായും കിയയും MG ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് സാധാരണക്കാരൻ്റെ വാഹനങ്ങളിലും ഇത്രയും ഫീച്ചേഴ്സ് കൂടി ഉൾപ്പെടുത്തി ഈ കുറഞ്ഞ വിലയ്ക്ക് തന്നെ വിൽക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. അതോടുകൂടി എന്ത് പറ്റി, മാരുതിക്കും അവരോടൊപ്പം പിടിക്കേണ്ടി വന്നു. അങ്ങനെ ഏറ്റവും പുതിയ മാരുതിയുടെ വാഹനങ്ങൾ ഇപ്പം ഏറ്റവും പുതിയ വിറ്റാര ആയാലും വിക്ടോർസ് ആയാലും എല്ലാം തന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സുമാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഗുണം കിട്ടിയതെല്ലാം ഉപഭോക്താക്കൾക്കാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഏറ്റവും ചെറിയ വാഹനങ്ങൾ പോലും വെക്സ്റ്റർ പോലുള്ള ചെറിയ വാഹനങ്ങൾ, വെന്യൂ, അങ്ങനെയുള്ള എല്ലാ ചെറിയ വാഹനങ്ങളും ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ആണെന്നുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇതൊക്കെ നമുക്ക് ഈ ഒരു വിലയ്ക്കും തരാവുന്ന ഫീച്ചേഴ്സാണെന്ന്. ഇപ്പോൾ കോഡിയാക്കിൻ്റെ കാര്യത്തിൽ സ്കോഡ ന്യായം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യക്കാർക്ക് വേണ്ട അഡാസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് യൂറോപ്പിലൊന്നും ഉപയോഗിക്കുന്ന അഡാസ് ഫീച്ചേഴ്സ് അല്ല. കാരണം അത് ആ ഒരു ഡ്രൈവിംഗ് ഒരു രീതികളോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഹാബിറ്റ്സ് അതുപോലെ തന്നെ എന്താണ് റോഡുകളുടെ രീതികളൊന്നും അല്ല ഇന്ത്യയിലുള്ളതെന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി കുറച്ച് എന്താ പറയണ്ടേ ഒരു ക്യൂറേറ്റഡ് ആയിട്ടുള്ള അഡാസ് ഫീച്ചേഴ്സ് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അല്ലാതെ യൂറോപ്പിൽ ഇപ്പോൾ ഓൾറെഡി കോഡിയാക്കിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് അല്ല ഇന്ത്യക്കാർക്ക് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നത് സത്യമാണെന്ന് തോന്നുന്നു. ഏതായാലും അത് സത്യമാണ് കേട്ടോ, തീർച്ചയായിട്ടും അത് സത്യമാണ്. ഇന്ത്യയിലെ റോഡ് കണ്ടീഷൻസും ഡ്രൈവർമാരുടെ എന്താ പറയണ്ടേ വളരെ വികലമായ ഡ്രൈവിംഗ് രീതികളും ഒന്നും ഈ പറഞ്ഞ സെൻസേഴ്സിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. സെൻസേഴ്സൊക്കെ പടപടപടാന്ന് കത്തിപ്പോകുന്ന കാണാം നമുക്ക്. ആ രീതിയിലായിരിക്കും ഇവിടെ പല ഫീച്ചേഴ്സും വന്നു കഴിഞ്ഞാൽ. അപ്പം ഇന്ത്യക്കാർക്ക് പറ്റുന്ന രീതിയിൽ കുറേ ഫീച്ചേഴ്സ് അഡാസിൽ കൊണ്ടുവന്നിട്ടാണ് നമുക്കിപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്.
അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന അഡാസ് ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 6 അഡാസ് ഫീച്ചേഴ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയുന്ന കാര്യം. കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ഫീച്ചേഴ്സാണ് ഉള്ളത്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, പിന്നെ ഫ്രണ്ട് അസിസ്റ്റ് വിത്ത് വാർണിംഗ് ആൻഡ് ബ്രേക്കിംഗ് റിയാക്ഷൻ, ലൈൻ അസിസ്റ്റ്, ലൈൻ കീപ്പിംഗ് സിസ്റ്റം, സൈഡ് അസിസ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ആൻഡ് ലൈൻ ചേഞ്ച് സിസ്റ്റം, അതുപോലെ റിയർ ട്രാഫിക് അലേർട്ട്, എക്സിറ്റ് വാർണിംഗ് സിസ്റ്റം. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു അഡാസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം സ്പോട്ട് ലൈൻ അതുപോലെ തന്നെ L&K സെലക്ഷൻ, ഇങ്ങനെ 2 വേരിയൻസിലാണ് ഈ ഒരു അഡാസ് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. ലോഞ്ച് എന്ന് പറയുന്ന എൻട്രി ലെവൽ മോഡലിൽ അഡാസിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടില്ല. ഇത് കൂടാതെ തന്നെ 9 എയർ ബാഗ്, ESC ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ABS ആൻറ്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം, EBD ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ എൻജിൻ ഡ്രാഗ് ടോർക്ക് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റ്, പിന്നെ ഡ്രൈവർ സ്റ്റിയറിംഗ് റെക്കമെൻഡേഷൻ, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, റെയിൻ ബ്രേക്ക് സപ്പോർട്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി ബ്രേക്കിംഗ് സിസ്റ്റം, മൾട്ടി കൊളിഷൻ ബ്രേക്ക്, ക്രോസ് ഡിഫറൻഷ്യൽ സിസ്റ്റം, പിന്നെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അറ്റൻഷൻ ആൻഡ് ഡ്രൗസിനെസ് മോണിറ്റർ, പ്രീ ക്യാഷ് പ്രൊട്ടക്റ്റീവ് പാസഞ്ചർ പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഹിൽ ഡിസൺ കൺട്രോൾ. ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു സേഫസ്റ്റ് വാഹനം എന്നാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനത്തിനെ പറ്റി പറയേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ അഡാസിൻ്റെ ഈ ഫീച്ചേഴ്സ്, ഇപ്പോൾ അഡാക്റ്റീവ് ക്രൂയിസ് കൺട്രോൾ അതുപോലെ തന്നെ മറ്റേ ലൈൻ അസിസ്റ്റും ഒക്കെ ഉപയോഗിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനത്തിൽ നിന്ന് വലിയ ഡിഫറൻസ് തോന്നിയെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മൾ കുറേ കൂടി വളരെ തിരക്കുള്ള റോഡിലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതല്ലേ ഇത് എന്തെങ്കിലും ഇന്ത്യനൈസ് ചെയ്തോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് നോക്കിയിട്ട് നമ്മളെല്ലാം സാധാരണ നമ്മൾ കാണുന്ന അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തത്. എന്തായാലും അത് വളരെ വിശദമായി വളരെ ദീർഘദൂരമൊക്കെ ഓടിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എഞ്ചിനെ പറ്റിയൊക്കെ വിശദമായി നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു പോകാം. 204 BSP എഞ്ചിനാണിത്, 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 320 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. നേരത്തെ പഴയ കോഡിയാക്കിൽ 190 BSP ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് 204 BSPയിലേക്ക് ഒരു ചാട്ടമാണ് ചാടിയിരിക്കുന്നത്. പക്ഷേ ടോർക്ക് സെയിം ആയിരുന്നു, 320 ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു. 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത്. പക്ഷേ ഇനി വരാൻ പോകുന്ന കോഡിയാക്ക് RSൽ 265 BSP എഞ്ചിനാണ് വരാൻ പോകുന്നത്. പിന്നെ ഒരു 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തിരിച്ചു വരുന്നു എന്നും കേൾക്കുന്നുണ്ട്. ഈ എഞ്ചിൻ്റെ കാര്യത്തിൽ റിഫൈൻമെൻറ്റും അതുപോലെ പെർഫോമൻസ് എല്ലാം നമ്മൾ വിശദമായി പറഞ്ഞാണെങ്കിലും ഇതിനകത്ത് മൈലേജ് എന്ന് പറയുന്നത് 14.68 കിലോമീറ്ററാണ് ARAI സർട്ടിഫൈ ചെയ്ത മൈലേജ്. അപ്പോൾ ഇതിലെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നോട് പാർട്ടി ഭാഷയിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് പറയുന്നത് കമ്പനി പോലും അത്ര മൈലേജ് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കമ്പനി പറഞ്ഞിരുന്നത് 12.78 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ARAI സർട്ടിഫൈ ചെയ്ത് കൊടുത്തത് 14.86 കിലോമീറ്ററാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ തരത്തിലും വളരെ ഗംഭീരമായ വാഹനം, അതോടൊപ്പം അഡാസ് ഫീച്ചേഴ്സും കൂടി വന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സ്വർണത്തിന് സുഗന്ധം കൂടി വന്നതുപോലെ എന്ന് പറഞ്ഞ പോലെയായി വാഹനത്തിൻ്റെ കാര്യം. ഓഡിയുടെ ചില മോഡലുകളുമായിട്ട് പ്ലാറ്റ്ഫോം പങ്കിടുന്ന ഒരു വാഹനമാണ് കോഡിയാക്ക്. MQB EVO എന്ന് പറയുന്ന ഫോക്സ്വാഗണിൻ്റെ വളരെ വിഖ്യാതമായ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതല്ലാതെയുള്ള സ്കോഡയുടെ മറ്റു വാഹനങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യനൈസ് ചെയ്ത MQB പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഇത് പൂർണ്ണമായും യൂറോപ്യൻ പ്ലാറ്റ്ഫോമാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഓടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കേട്ടോ. അതിൻ്റെ ഒരു ഡൈനാമിക്സും അതിൻ്റെ ഒരു കംഫർട്ട് ലെവലും എന്നൊക്കെ പറയുന്നത് ഗംഭീരമാണ്. സാധാരണ ഞാൻ ഈ പറഞ്ഞ പോലെ ഓഡിയുടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന കംഫർട്ട് ഈ വാഹനത്തിന് കിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് MQB EVO എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത്രയും കാലം 3 വേരിയൻസാണ് കോഡിയാക്കിന് ഉണ്ടായിരുന്നത്. അതിൻ്റെ വില ആരംഭിക്കുന്നത് 39,99,999 രൂപയിലാണ്. അത് 40 ലക്ഷം രൂപയിൽ ആരംഭിക്കുകയും 46 ലക്ഷം രൂപയിൽ അവസാനിക്കുകയുമായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അഡാസ് ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു വാഹനത്തിന് അല്പം കൂടെ വില കൂടുമുള്ളൂ. എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. എന്താണ് വില എന്ന് കമ്പനി പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അഡാസ് ഫീച്ചേഴ്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു വാഹനമാണ് ഇനിയിപ്പോൾ കോഡിയാക്ക്. മറ്റൊരു കാര്യമുള്ളത്, അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വാഹനം വരുമ്പോഴും മറ്റ് വേരിയൻസ് നിലനിൽക്കുമെന്നുള്ള കാര്യവും സ്കോഡ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വാഹനം ആദ്യമായിട്ട് ഇപ്പോൾ ഇന്നലെയാണ് ഇന്ത്യയിലെ ഡീലർഷിപ്പുകൾ ഇന്നലെ എത്തിയിട്ടുള്ളൂ. ഇന്ന് നമ്മളിത് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള മറ്റ് വിവരങ്ങൾ, മറ്റ് വേരിയൻസ് തുടരുമോ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ PR ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ സാധനം ഏതായാലും ഓടിക്കുക എന്നാണ് പറഞ്ഞാണ് വണ്ടി തന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഈ മറ്റ് വേരിയൻസ് നിലനിൽക്കുമോ എന്നുള്ള കാര്യം. എന്തായാലും നിലനിന്നാലും നിലനിന്നില്ലെങ്കിലും ഇതൊരു ഗംഭീരമായ വാഹനമാണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അഡാസ് ഫീച്ചേഴ്സ് ഇല്ലാത്ത വേരിയൻസ് വാങ്ങിച്ചാൽ യാതൊരു തരക്കേടുമില്ല. ഞാൻ പറഞ്ഞല്ലോ 9 എയർ ബാഗ് ഉള്ള കാര്യങ്ങളും യൂറോപ്പിൻ്റെ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ ഒക്കെ നേടിയതുകൊണ്ട് തന്നെ അഡാസ് ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും വളരെ സുരക്ഷിതമായ വാഹനമാണ് സ്കോഡ കോഡിയാക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്തരം ഗംഭീരമായ വാഹനങ്ങളുമായിട്ട് വരട്ടെ. മറ്റു കാര്യം പറയാൻ വിട്ടു, ഇതിൻ്റെ RS എന്ന് പറയുന്ന എഡിഷൻ ഉടൻ വരികയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത മാസമൊക്കെ ആയിട്ട് വരികയാണ്. അതിൻ്റെ റാലി സ്പോർട്ട് എഡിഷൻ വരികയാണ് കോഡിയാക്കിൻ്റെ. അതും ഒരു ഗംഭീര സംഭവം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒക്ടേവിയയുടെ RS കുറച്ച് യൂണിറ്റുകൾ വന്ന പോലെ തന്നെ കോഡിയാക്കിൻ്റെ RSൻ്റെയും കുറച്ച് യൂണിറ്റുകൾ വരാൻ പോവുകയാണ്.
അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പറമ്പിൽ നിന്നുകൊണ്ട് വീണ്ടും അവസാനിപ്പിക്കുന്നു. അത് കോഡിയാക്കിൻ്റെ രണ്ടാമത്തെ തിരിച്ചു വരവും നമ്മളിപ്പോൾ ഈ പറമ്പിൽ നിന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി. ബൈ.